ഹായ് Lchf, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അറേബ്യൻ കിബ്ദ റെസിപ്പിയുമായിട്ടാണ്. സൗദിയിൽ സുലഭമായി കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് റമദാൻ സമയത്ത് ജിദ്ദ സ്ട്രീറ്റിലെല്ലാം ഇത് ഇഷ്ടം പോലെ ലഭ്യമാണ്. ഞാൻ ഡയറ്റിൽ വരുന്ന മുന്നേ ഒരിക്കൽ വാങ്ങി കഴിച്ചിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അതിനുശേഷം ഞാൻ ഇതിൻ്റെ റെസിപ്പി സെർച്ച് ചെയ്തു. സൗദി ഫുഡ് വിത്ത് ഈമാൻ എന്നൊരു ചാനലിൽ നിന്നാണ് എനിക്ക് ഡീറ്റെയിൽഡ് റെസിപ്പി കിട്ടിയത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയും സ്ട്രീറ്റിൽ നിന്ന് കഴിച്ച രുചിയുമായി ഒത്തുവന്നു. ആ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന്. ഇവിടെ ഞാൻ 250 ഗ്രാം മട്ടൻ ലിവർ എടുത്തിട്ടുണ്ട്. പിന്നെ ചുവപ്പും മഞ്ഞയും ബെൽ പെപ്പർ, ഒരു തക്കാളി, വെളുത്തുള്ളി, അല്പം സവാള, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് തക്കാളി സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും, പാകത്തിന് ഉപ്പും, ആവശ്യത്തിന് വെളിച്ചെണ്ണയും. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഈ എണ്ണയിൽ ജീരകം പൊട്ടിച്ചെടുക്കാം. ഈ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ച എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തു. ഇനി ഈ പൊടിയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് റോസ്റ്റായി ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ലിവർ ചേർത്ത് കൊടുക്കാം. ലിവർ വേവിക്കാനായിട്ട് എടുക്കുന്ന സമയം ഒന്നുകൂടി കഴുകിയെടുക്കാം. എത്ര തന്നെ കഴുകിയെടുത്താലും വീണ്ടും അതിൽ നിന്നും ബ്ലഡ് കിനിഞ്ഞുകൊണ്ടിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. 20 മിനിറ്റോളം വേവുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പാക്കറ്റ് വാങ്ങുമ്പോൾ ഷുഗറും പ്രിസർവേറ്റീവ്സും എല്ലാം കാണും. അതുകൊണ്ട് ഇതുപോലെയുള്ള ഐറ്റംസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 75% വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 90% വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ബെൽ പെപ്പറാണ് ഉള്ളത് അത് ചേർത്താൽ മതി. ഇനി അടച്ചു വെക്കേണ്ട. തുറന്നു വെച്ചുകൊണ്ട് തന്നെ വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ബെൽ പെപ്പർ വേവാകും. എരിവ് പോരാത്തത് കൊണ്ട് അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു 95% വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ബാക്കി കൂടി ഡ്രൈ ആക്കി എടുക്കുകയാണ്. നിങ്ങൾ എന്തിൻ്റെ കൂടെയാണോ ഇത് കൂട്ടി കഴിക്കുന്നത് അതിനാവശ്യമുള്ള പരുവത്തിൽ വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ കിബ്ദ ഇവിടെ എൻ്റെ പാകത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിനു മുന്നേ ഒരു മട്ടൻ ലിവർ ഫ്രൈ ഞാൻ ഷെയർ ചെയ്തിരുന്നു. വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന തനി നാടൻ റെസിപ്പിയായിരുന്നു അത്. എന്നാൽ അതിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസിൽ ജീരകവും തക്കാളിയും തക്കാളി സോസും ഉൾപ്പെടുത്തിയതാണ്. ഞാൻ ജിദ്ദ സ്ട്രീറ്റിൽ നിന്നും വാങ്ങിക്കഴിച്ച കിബ്ദ റെസിപ്പിയുടെ അതേ ടേസ്റ്റ് തന്നെ എനിക്ക് റെസിപ്പിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ദോശയും കൂട്ടിയാണ് ഈ കിബ്ദ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ സാൻഡ്വിച്ചായിട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ കുബൂസ്, ഫ്രഞ്ച് ഫ്രൈസ്, സോസുകൾ ഇതൊന്നും Lchfൽ അനുവദിച്ചതല്ല. ഞാൻ രാത്രി ഇതുപോലെ സാൻഡ്വിച്ച് തയ്യാറാക്കി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. കൂടുതൽ എനിക്ക് നന്നായി തോന്നിയത് സാൻഡ്വിച്ചാക്കി കഴിച്ചപ്പോഴാണ്. ഒരു കിബ്ദ സാൻഡ്വിച്ച് റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.